എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അപ്പൊ ഇന്ന് വിശേഷം ഇടാൻ കുറച്ച് ലേറ്റ് ആയിട്ടോ, കറണ്ട് ഇല്ലാത്തതുകൊണ്ട് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. നാളെ മുതൽ കൃത്യസമയത്ത് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാട്ടോ. ഇന്നലെ നമ്മൾ കണ്ടു ഉണ്ണിമോളോടും ഗിരിദേവനും ബാവയോടും ഒക്കെ തിരുമേനി തമ്പുരനെ കാണാതെ പോയ കഥകൾ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക. ഇങ്ങനെ തമ്പുരും ശ്രീപ്രിയയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ തമ്പൂര് മുദ്രകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക ശ്രീപ്രിയക്ക് നൃത്തത്തിന്റെ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രഘുവരം വന്നിരിച്ച് നമുക്ക് പോകണ്ടേ മോളേന്ന് ചോദിക്കുകയാണ്. ആ പോകാം അച്ഛാന്ന് പറയണ. ആ സമയത്ത് ശ്രീപ്രിയയുടെ അച്ഛനും അമ്മയോടെ മാറി നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അവരുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അതെ ഞങ്ങൾ പോകാനായിട്ട് തുടങ്ങുക, നിങ്ങൾ ഇന്ന് തന്നെ പോകത്തില്ലേ നിൽക്കും. ഞങ്ങൾ പോവും, ഒന്നുകൂടെ ശ്രീകോവിലിൽ പോയി പ്രാർത്ഥിച്ചിട്ട് പോകാന്ന് കരുതി നിൽക്കുമോന്ന് പറയണ. ആ അതെ, അന്ന് ഞങ്ങൾ പോയി തൊഴുത് പ്രാർത്ഥിച്ചിട്ട് കേട്ടോ. അല്ല മോള് വരുന്നുണ്ടോന്ന് അവളോട് ചോദിക്കുക തമ്പുരുവിനോട്. അതിനെന്താ, ഞാനും കൂടെ പോയിക്കോട്ടെ അച്ഛാ. ശരി എന്നാ നിങ്ങൾ പോയിട്ടോ, അപ്പത്തേനും ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെക്കാം. തമ്പുരുമോളെ പെട്ടെന്ന് പറഞ്ഞോട്ടോന്ന് പറയാം. ശരി, കാരണം ജൂവലറി ചെന്നിട്ട് കുറെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നും കൂടെ പോയില്ലെങ്കിൽ കാര്യങ്ങളെല്ലാം ആകെപ്പാടെ അവതാളത്തിലായി പോകുന്നു പറയണം. ശരി ഇപ്പൊ തന്നെ വന്നേക്കാച്ചാന്ന് പറഞ്ഞ് തമ്പുരു അവരുടെ കൂടെ പോവാണ്. ഈ സമയത്ത് തമ്പുരുവിന്റെ കൂടെ ശ്രീപ്രിയ ഉണ്ടായിരുന്നു. കൂടാതെ ശ്രീപ്രിയ അച്ഛനും അമ്മയും കൊണ്ടുണ്ട്. അവരങ്ങനെ തൊഴുതുപോയി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേനും തമ്പുരുവിനെ വിളിച്ചോണ്ട് ശ്രീപ്രിയയുടെ അച്ഛനും കൂടെ മാറിപ്പോവാണ്. മാറിപ്പോയി കുറെ സമയം സംസാരിക്കുന്നുണ്ടു. സംസാരിച്ചതിന് ശേഷം തമ്പുരുവിനെ കൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ടു. ഈ സമയം ശ്രീപ്രിയയുടെ അമ്മ ഇങ്ങനെ ശ്രീകോളിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ തിരുമേനി വന്നിട്ട് പറഞ്ഞു, ഇതേ പ്രസാദം എന്ന് പറയണം. അങ്ങനെ പ്രസാദമൊക്കെ കൊടുത്തു. പിന്നീട് തിരുമേനി അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോവുകയും ചെയ്തു. കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും രഘുവരൻ എന്ത് ചെയ്യണം, പോകാണ്ട് ബാഗൊക്കെ എടുത്ത് കാറിനകത്ത് കൊണ്ടേ വെച്ചു. പക്ഷെ തമ്പുരിനെ കണ്ടില്ല. ഇവളിത് എവിടെ പോയി എന്നോർത്ത് ഇങ്ങനെ അവിടെ നോക്കണം. അവിടെയും കണ്ടില്ല. അകത്തേക്ക് കയറി വന്നു. ഇതുവരെയായിട്ടും പ്രാർത്ഥിച്ച് കഴിഞ്ഞില്ലേ. അങ്ങനെ വന്നിട്ട് അവിടെയൊക്കെ നോക്കിയുമ്പോ അവിടെയൊന്നും ആരെയും കണ്ടില്ല. ഇത് ഇവിടെ എവിടെ പോയി. അങ്ങനെ നോക്കുമ്പോൾ തിരുമേനി അങ്ങോട്ട് വന്നു. എന്താ രഘുവര, എന്താ നോക്കണേന്ന് ചോദിക്കാം. അല്ല തിരുമേനി, ഞാൻ മോളെ കണ്ടില്ല. മോളിവിടെ പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ടായിരുന്നേ. മോളെ കണ്ടില്ലേ, അവള് എവിടെ പോയാ ഇവിടെ കാണുമെന്ന് പറയണം. അല്ല ആ ശ്രീപ്രിയനെ അച്ഛനെ അമ്മനെ കണ്ടോന്ന് ചോദിക്കും. അവരുടെ കൂടെയായിരുന്നു മോളുണ്ടായിരുന്നെ. അയ്യോ അവര് പോയല്ലോ എന്ന് പറയണം. പോയോ? അതെ, അരമണിക്കൂർ മുമ്പ് മുറി പൂട്ടി താക്കോലും എന്റെ കയ്യിൽ തന്നിട്ട് അവര് പോയല്ലോ എന്ന് പറയണം. അപ്പൊ പിന്നെ മോളിത് എവിടെ പോയി? അവരവിടെ എല്ലാം അന്വേഷിച്ചു. പക്ഷെ ഒരിടത്തും തമ്പുരുമോളെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അവസാനം രഘുവരൻ തിരുമേനിയോട് ചോദിച്ചു, അല്ല തിരുമേനി, ആ ശ്രീപ്രിയയുടെ അച്ഛന്റെ അമ്മയുടെ ഫോൺ നമ്പർ മറ്റോ തിരുമേനിയുടെ കയ്യിലുണ്ടാവുമല്ലോ. ഒരു കാര്യം ചെയ്യുക, അവരെ വിളിച്ചിട്ട് ചോദിക്കുക തമ്പുരുമോളെ എവിടെ നിർത്തിയിട്ടാ പോയത്, ഇനി അവരുടെ കൂടെ എങ്ങാനും ഉണ്ടോന്ന് അറിയത്തില്ലോ എന്ന് പറയണം. ഇത് കേട്ടാൻ തിരുമേനി പറഞ്ഞു, അവരുടെ ഫോൺ നമ്പർ ഒന്നും എന്റെ കയ്യിൽ ഇല്ലാന്ന് പറയണേ. ഇല്ലേ? അല്ല സാധാരണഗതിയിൽ അരങ്ങേറ്റം നടക്കുന്ന കുട്ടികളുടെ ഫോൺ നമ്പർ ഒന്നും വാങ്ങിക്കേണ്ട കാര്യമില്ലായിരുന്നു. കാരണം ഒരു റിസപ്റ്റ് എഴുതുക മാത്രം ചെയ്യുന്നേ, അവരുടെ പേരും നാളും ഒക്കെ വെച്ച്. അല്ലാതെ ഫോൺ നമ്പർ ഒന്നും വാങ്ങിക്കാറില്ലെന്ന് പറയണം. ഇത് കേട്ടത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല രഘുവരൻ. വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി. രഘുവരനും ഭ്രാന്ത് പിടിച്ചൊരു അവസ്ഥയിലേക്ക് ആയിപ്പോയി. കാരണം മോളെ കാണുന്നില്ല. അവിടെയൊക്കെ അന്വേഷിച്ചിട്ട് കാണുന്നില്ല. ഒരു കാര്യം ചെയ്യുക, രഘുവരൻ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് ഒന്ന് പോയി അന്വേഷിക്കുക. കാറുള്ളതല്ലേ, പോയി അന്വേഷിക്കുക. ഇനി അതും പറ്റി പോലീസ് സ്റ്റേഷൻ കംപ്ലൈന്റ് കൊടുക്കാനൊക്കെ പറയണം. പിന്നീട് തിരുമേനി ഉണ്ണിമോളോടും ഗിരിദേവരോടും ഒക്കെ ആയിട്ട് പറഞ്ഞു, അന്ന് ഞാൻ രഘുവരനെ കണ്ട ദിവസം 3-4 പക്ഷേങ്കില് തമ്പുരിനെ കണ്ടിട്ടുണ്ടെങ്കിൽ രഘുവരൻ ഇവിടെ വരാതിരിക്കില്ല, വന്ന് നന്ദി വാക്ക് പറയാതിരിക്കില്ല. അല്ല അതിനുശേഷം അങ്കിളിനെ പിന്നെ കണ്ടിട്ടേ ഇല്ലേന്ന് ചോദിക്കുകയാണ്. ഉണ്ണിമോള്, ഇല്ല കണ്ടിട്ടില്ല. 2-3 വട്ടം വിളിച്ചായിരുന്നു. വിളിച്ചു കഴിഞ്ഞിട്ട് കോൾ എടുക്കാൻ തന്നെ ബുദ്ധിമുട്ടാ. എടുത്തു കഴിഞ്ഞിട്ടോ പക്ഷെ ഒന്നും പറയുന്നു പോലുമില്ല. ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ലാന്ന് തോന്നുന്നു. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അന്വേഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയെന്നാ പറയണേന്ന് പറയാം. എന്നാലും എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടായിരിക്കുക തമ്പുരു? ഒരു പക്ഷെ ആ ശ്രീപ്രിയയുടെ അച്ഛനും അമ്മയും തട്ടിക്കൊണ്ടു പോയതായിരിക്കോ? അങ്ങനെ ഞങ്ങളും ആദ്യം വിചാരിച്ചു. പക്ഷെ അതിന്റെ ആവശ്യം അവർക്കെന്താ? കാരണം അവരെ കണ്ടിട്ട് അങ്ങനെ തട്ടിക്കൊണ്ടു പോകുന്ന ആൾക്കാരാന്ന് തോന്നില്ല. പക്ഷെ എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയണേ. ഗിരിദേവനും ബാവയെ പരസ്പരം നോക്കുവാണ്. എന്നാലും തമ്പുരുവിന് ആപത്ത് സംഭവിച്ചിരിക്കുന്നല്ലോ. ഇനി നമ്മൾ എങ്ങനെ രഘുവരൻ സാറിനോട് പോയി പണം ചോദിക്കും? ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തോട് വിളിച്ചു ചോദിക്കാനും പറ്റില്ലല്ലോ എന്ന് പറയണം. അത് ശരിയാ. തിരുമേനി പറഞ്ഞു, അതെ എനിക്ക് അല്പം തിരക്കുണ്ട്, ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോവാ. നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടല്ലേ പോകത്തുള്ളൂ എന്ന് ചോദിക്കാം. അതെ തിരുമേനിന്ന് ഗിരിദേവൻ പറയാണ്. ഉണ്ണിമോള് പറഞ്ഞു, ഗിരിദേവ ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക. ഒരു കാര്യം ചെയ്യാം, അല്ല തമ്പുരുവിനെ കിട്ടുവാണെങ്കിൽ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുമെന്നല്ലേ പറഞ്ഞത്, ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുമെന്നല്ലേ പറഞ്ഞത് ദേവിയുടെ അടുത്ത്. അങ്ങനെയാണ് നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. ഉണ്ണിമോള് പ്രാർത്ഥിക്കുക, തമ്പുരുവിനെ എത്രയും പെട്ടെന്ന് തിരികെ കൊടുക്കണമെന്ന്. അങ്ങനെ തിരികെ കൊടുത്താൽ മാത്രമേ ആഗ്രഹങ്ങളൊക്കെ ഇനി നമ്മുടെ നടക്കാനായിട്ട് പോകുന്നുള്ളൂ. ക്ഷേത്രം പണിയാൻ പണം കിട്ടണമെങ്കിൽ എനിക്കിപ്പോ രഘുവരൻ സാറ് കനിയണമല്ലോ. അപ്പൊ മോളെ തിരിച്ചു കിട്ടിയാൽ മാത്രമല്ലേ നമുക്ക് അദ്ദേഹത്തോട് പണം ചോദിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം.
അത് ശരിയാന്ന് പറയാണ്. പിന്നീട് ഉണ്ണിമോള് പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് പോകുവാണ്. ഈ സമയത്ത് ദേവികമ്മ ഭക്തനോട് ഉണ്ണിമോളുടെ കഥകൾ പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം ഭക്തൻ നോവൽ എഴുതാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ദേവികമ്മ എടുത്ത ഉണ്ണിമോളുടെ ജീവചരിത്രം ഒരു നോവലാക്കി മാറ്റണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് അങ്ങോട്ട് വന്ന അപ്പൊ ആ കഥ കേൾക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പേനയും പേപ്പറും ഒക്കെ എടുത്ത് തയ്യാറായിട്ട് ഇരിക്കുവാണ്. അടുത്താണെങ്കിൽ അയ്യപ്പക്ഷേത്രത്തിലെ തിരുമേനിയുണ്ട്. പിന്നീട് അയാളെ പേനയും പേപ്പറും എടുത്തിട്ട് എഴുതി മാളികപ്പുറം എഴുതി. അതാണ് ആ കഥയുടെ പേര്, നോവലിന്റെ പേര്. പിന്നീട് മുത്തശ്ശിയോട് പറഞ്ഞു, അതെ എന്റെ കഥയുടെ പേര് മാളികപ്പുറന്ന, ഉണ്ണിമോളെ ഞാൻ അങ്ങനെയാ വിളിക്കാൻ പോണേന്ന് പറയാണ്. മുത്തശ്ശി പറഞ്ഞു, കഥയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവിതത്തിലാണ് കുറെ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്ന് പറയാണ്. പിന്നീട് മുത്തശ്ശി ആ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക. ഉണ്ണിമോൾ ജനിച്ചപ്പോൾ മുതലുള്ള ഞാനും വിനോദും പ്രസവ വാർഡിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കാത്തിരിക്കുക. കാരണം അവളെ ശാരികനെ പ്രസവത്തിന് കയറ്റിയിരിക്കുക. കുറെ സമയം കഴിഞ്ഞിട്ടും ഡെലിവറി ഒന്നും നടന്നതായിട്ട് അറിഞ്ഞില്ല. നഴ്സുമാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്, ഡോക്ടർമാർ അങ്ങോട്ട് വന്നു പോകുന്നുണ്ട്. എന്താ കാര്യമൊന്നും അറിയത്തില്ല. പിന്നെ മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷമാണ് ഉണ്ണിമോളെ വിനോദിന്റെ കയ്യിലേക്ക് കിട്ടുന്നത്. കിട്ടിക്കഴിഞ്ഞപ്പോ വിനോദ് ആദ്യം പറഞ്ഞ എന്താണെന്നറിയാവോ, ഇത് അയ്യപ്പസ്വാമി നമുക്ക് തന്ന നിധിയാ അമ്മേന്ന്. കാരണം ഒത്തിരി പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് വിനോദിന് ശാരിയയ്ക്കും ഉണ്ണിമോള് പറഞ്ഞത്. അപ്പൊ ഇതെല്ലാം അയാൾ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. തിരുമേനി ചോദിച്ചു, എല്ലാം എഴുതുന്നുണ്ടോന്ന് ചോദിക്കാം. എല്ലാം എഴുതുന്നുണ്ട്. അതെ, കുറച്ചൊക്കെ കാര്യങ്ങൾ ഞാൻ മനസ്സിൽ ഇങ്ങനെ കാണുന്നുണ്ട്. ഒത്തിരി ഒന്നും രേഖപ്പെടുത്തില്ല, ആവശ്യമുള്ള മാത്രമേ ഞാൻ എഴുതിയെടുക്കുന്നുള്ളൂ. പിന്നീട് ഇത് നോവലാക്കണ സമയത്ത് വിശദമായിട്ട് എഴുതി ചേർത്തോളാന്ന് പറയാണ്. അതിനുശേഷം ദേവികൻ പറഞ്ഞു, അവൾ ഉണ്ണിമോള് പറഞ്ഞതിന് ശേഷം ഒരിക്കൽ പോലും കണ്ണു തുറന്നിട്ടില്ല ശാരിക. അതോടുകൂടി ശാരികയുടെ കണ്ണടഞ്ഞു പോയതാ. പിന്നെ കണ്ണു തുറന്നിട്ടില്ല. ഒത്തിരി ചികിത്സകളൊക്കെ നടത്തി. അതിന് വലിയൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ പോയിട്ട് ചികിത്സകളൊക്കെ നടത്താൻ തുടങ്ങി. ആദ്യം കയ്യിലുണ്ടായിരുന്ന പണമെല്ലാം തീർന്നു. പിന്നീട് വീട് സ്ഥലം എല്ലാം വിറ്റുപെറുക്കി ഓരോന്നൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി. അവസാനം ഒരു രക്ഷയില്ല. നാട്ടുകാരുടെ കടം മേടിച്ച് മേടിക്കാവുന്നതിന്റെ അപ്പുറവും മേടിച്ചു. അങ്ങനെ ചികിത്സ തുടർന്നു. അവസാനം അവൾ എല്ലാരെയും കണ്ണീരിലാഴ്ത്തി അവളും കൂടി യാത്രയായെന്ന് പറയാണ്. വിനോദിന് കടം മാത്രം അവസാനം ബാക്കിയായെന്ന് പറയാണ്. ഇതെല്ലാം കേട്ടോന്നിപ്പോ തിരുമേനി പറയാം, അതെ ഞാന് എന്റെ കൂടെയുള്ളൊരു പയ്യനെ ഏൽപ്പിച്ചിട്ടാ വന്നിരിക്കുന്നത്. അവനാണെങ്കിൽ 4 പേര് തൊഴാൻ വന്നിട്ടുണ്ടെങ്കിൽ മുട്ട് കൂട്ടിയിരിക്കും. അതുകൊണ്ട് ഞാനും കൂടി ചെല്ലട്ടെ. ഇനിയിപ്പം ദേവികമ്മ കഥ പറഞ്ഞു കൊടുക്കത്തില്ലെന്ന് ചോദിക്കണം. ശരി, ഞാൻ പറഞ്ഞു കൊടുത്തോളാം, തിരുമേനി അങ്ങോട്ട് പോയിക്കോളാൻ പറയാം. എന്നാ ഞാൻ ശരി ഇറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തിരുമേനി അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം മുത്തശ്ശി വീണ്ടും കഥകൾ പറയാനായിട്ട് അങ്ങ് തുടങ്ങി. അങ്ങനെ അവസാന കടം മാത്രം ഉണ്ടായിരുന്നു വിനോദിന് മിച്ചമായിട്ട്. അങ്ങനെ കുഞ്ഞിനെയും കൈ പിടിച്ചോണ്ട് വീട്ടിലേക്ക് വന്നതും വിനോദിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് കടക്കാർ വീട്ടിൽ കയറി ഇറങ്ങാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവൻ ഇത്രമാത്രം കടങ്ങളും മേടിച്ചു കൂട്ടിയിട്ടുണ്ടെന്ന്. പക്ഷെ അതിൽ നിന്നെല്ലാം രക്ഷ നേടാനായിട്ട് അവൻ ചെയ്ത മാർഗം എന്താണെന്നറിയോ, അവനൊരു ബാഗിനകത്ത് അവന്റെ കുറച്ച് സാധനങ്ങളും എടുത്തിട്ട് ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് അവൻ നാട് വിട്ടു പോവുക ചെയ്തേ. അവന് വേറെ ഗത്യന്തരമില്ലായിരുന്നു. അങ്ങനെ ആ ഇത്തിരി ഇല്ലാത്ത കുഞ്ഞിനെയും വെച്ച് ഞാൻ ജീവിച്ചു പോന്നെ. ഞാൻ അവൾക്ക് അമ്മയായും മുത്തശ്ശിയായും അച്ഛനായും ഒരേ സമയം എല്ലാമായി ഞാൻ അവളെ കൊണ്ടുവരുന്നേന്ന് പറയാണ്. ഈ സമയത്ത് ജയൻ അങ്ങോട്ട് വരുവാണ്. ജയൻ വന്നപ്പോഴത്തേനും മുത്തശ്ശി ഞാൻ ഈ വരുന്ന എന്റെ മൂത്ത മോൻ ജയനാന്ന് പറയണ. അല്ല ഇതാരാമെന്ന് ചോദിക്കുക. ഇതേ ഉണ്ണിമോളുടെ കഥ എഴുതാൻ വന്നാന്ന് പറയണ. കഥ എഴുതാനാ? അതെ, ഞാൻ ഉണ്ണിമോളെ കുറിച്ച് കുറെ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ണിമോളുടെ കഥ എഴുതാൻ വേണ്ടി വന്ന അതൊരു നോവലാക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചിരിക്കുന്നാന്ന് പറയണ. പെട്ടെന്ന് ജയനിലൊരു ഞെട്ടലുണ്ടായി. ജയൻ ഇങ്ങനെ ആലോചിച്ചു. ശരി ശരി, നല്ല കാര്യം, നിങ്ങള് കഥ എഴുതിക്കോ, അമ്മ തുടർന്നോളാൻ പറഞ്ഞിട്ട് ജയൻ അങ്ങോട്ട് അകത്തേക്ക് കയറി ചെല്ലുവാണ്. ജയൻ അകത്ത് കയറി ചെന്നിട്ട് ഇങ്ങനെ അസ്വസ്ഥപ്പെട്ട് നിൽക്കുക. അപ്പത്തേക്കും മിനി ചായയൊക്കെ ആയിട്ട് വന്നു. മിനി വന്നിട്ട് പറഞ്ഞു, ജയേട്ടാ അത് അവിടെ ഹാളിലിരിക്കുന്ന കണ്ടോ, അയാളുടെ പേര് ഭക്തനാ, ഉണ്ണിമോളുടെ കഥ എഴുതാൻ വന്നാന്ന് പറയാണ്. ഇത് കേട്ടൻ ജയൻ പറഞ്ഞു, ഞാൻ അറിഞ്ഞെന്ന് പറയാണ്. കുറച്ചു സമയം അമ്മ കഥ പറയുന്ന കേട്ട് ഞാനിരുന്നു. മുമ്പത്തെ മിനി ആയിരുന്നെങ്കിൽ ഒരു പക്ഷേങ്കില് എനിക്കിതും കേട്ടൊന്നും തോന്നുന്നില്ല. പക്ഷെ ഇപ്പൊ എന്റെ സ്വഭാവം അങ്ങനെയല്ലോ. എനിക്ക് സങ്കടം വന്നു ഉണ്ണിമോളുടെ ആ ചെറുപ്പകാലത്തെ ആ കാര്യങ്ങളൊക്കെ കേട്ടിട്ടെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ജയൻ പറഞ്ഞു, നിനക്ക് സങ്കടം വന്നില്ലേന്ന് ചോദിക്കാം. പിന്നെ സങ്കടം വരാതിരിക്കുവോ? ആർക്കാണല്ലോ സങ്കടം വരത്തില്ലേന്ന് ചോദിക്കാം. ഉണ്ണിമോള് അതിനകത്തെ കഥയിലെ നായികയല്ലേന്ന് ചോദിക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജയൻ പറഞ്ഞു, അതെ ഇനിയിപ്പം വേറെ പലരും വരും ഇതിനകത്ത്, നീയും അതിനകത്തൊരു കഥാപാത്രം ആവുമെന്ന് പറയണേ. ഞാനോ? അതെ, നീയും കഥാപാത്രവും ഞാനും കഥാപാത്രവും. പിന്നെ അത് മാത്രമല്ല രാജീവിനും അനുപമയും ഒക്കെ വരുമെന്ന് പറയണേ. അതെ, നിനക്കൊരു വില്ലത്തെ റോളായിരിക്കും കിട്ടാൻ പോകുന്നത്. അതുപോലെ തന്നെ എനിക്കും അനുപമയ്ക്കും രാജീവിനൊക്കെ അതായിരിക്കും എന്ന് പറയാണ്. പെട്ടെന്നാണ് മിനിയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നത്. നിനക്കറിയാലോ നീ ചെറുപ്പത്തിൽ എന്തൊക്കെ ചെയ്തു കൂട്ടിയെന്നൊക്കെ. ആ കടയുടെ ഉദ്ഘാടനത്തിന് അവളുടെ ശരീരത്തിൽ നിന്ന് ആ ഉടുപ്പൂരി വാങ്ങിയതും
പിന്നീട് മുറി പൂട്ടിയിട്ട കാര്യങ്ങളൊക്കെ നീ മറന്നുപോയെന്ന് ചോദിക്കാം. അമ്മ അതെല്ലാം വിളിച്ചു പറയുന്നു പറയാ. അങ്ങനെ നിനക്കൊരു വില്ലത്തി വേഷമായിരിക്കും കിട്ടാൻ പോകുന്നത്. ഇതൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ വെറുതെ ഇരിക്കുന്നാണോ തോന്നുന്നേ. നിന്നെ എല്ലാവരും ശപിക്കത്തുള്ളൂ എന്ന് പറയണം. പെട്ടെന്ന് മിനിയിലൊരു ഞെട്ടുണ്ടായി. അത് മാത്രമല്ല, അനുപമയ്ക്കും രക്ഷയില്ല. അഖിലുമോനെ കാണാതെ പോയതിനു ശേഷം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി. അതിനുശേഷം തിരിച്ചു കിട്ടി കഴിഞ്ഞിട്ട് ഉണ്ണിമോളെ വെറുതെ വിട്ടോ. ഇതെല്ലാം അമ്മയുടെ മനസ്സിൽ കാണുന്നു പറയും. അമ്മ അങ്ങനെയൊക്കെ പറയുമോന്ന് ചോദിക്കാം. പിന്നെ അമ്മ പറയാതിരിക്കുവോ? അമ്മ ഉറപ്പായിട്ടും പറയൂന്ന് പറയാ. അമ്മയുടെ മനസ്സിൽ ഇതൊക്കെ കാണും. അമ്മ അതൊക്കെ ഒഴിവാക്കിയോ പറയുള്ളായിരിക്കും, നമ്മുടെ അമ്മയല്ലേ എന്ന് പറയാണ്. അതും വിചാരിച്ചോണ്ട് നീ ഇരുന്നു. അമ്മ പക്ഷെ കഥ പറയുന്ന കൂട്ടത്തിൽ അതിന്റെ ഫ്ലോയിൽ എല്ലാ കാര്യങ്ങളും പറയുമായിരിക്കും എന്ന് പറയാ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മിനിയോ ചിനി എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയാണ്. പക്ഷേങ്കില് ഒന്ന് ഓർത്തു നോക്കിയേ, നമ്മളെയൊക്കെ ആൾക്കാർ കല്ലെറിഞ്ഞു കൊല്ലും. ഇതൊക്കെ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാരൊക്കെ വായിച്ചു കഴിയുമ്പോൾ ഇപ്പൊ നമുക്ക് ഇത്രമാത്രം സങ്കടം വരുന്നുണ്ട് അവളുടെ കഥ കേട്ട് കഴിയുമ്പോൾ. പക്ഷെ ഇത് വായിക്കുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? നമ്മളെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ പോലും അവര് നമ്മുടെ മുഖത്ത് പോലും നോക്കല, നമ്മുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പത്തുള്ളെന്ന് പറയണം. എന്ത് ചെയ്യണമെന്ന അവസ്ഥയായിപ്പോയി മിനിക്ക്. പക്ഷെ മിനി പറഞ്ഞു, എന്ന് പറഞ്ഞാലും അവരോട് കഥ എഴുതണ്ടെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് എന്ത് മാത്രം വിഷമവും. അത് മാത്രമല്ല, ഉണ്ണിമോളോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയല്ലേ. കഥ എഴുതാനായിട്ട് അയാൾ വന്നപ്പോ കഥ എഴുതണ്ടെന്ന് പറയണേ. ഇത് കേട്ടുകഴിഞ്ഞപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ജയൻ നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.